Before going into this content further, if you're new to this channel, please like, share and subscribe. Hello friends, welcome to this new session on human resource management. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ജോബ് ഇവാലുവേഷനെ കുറിച്ചാണ്. ഓക്കെ, നൗ ജോബ് ഇവാലുവേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ ഇറ്റ് സിംപ്ലി മീൻസ് ഫൈൻഡിങ് ഔട്ട് ദി വർത്ത് ഓർ വാല്യൂ ഓഫ് എ ജോബ് ഇവാലുവേഷൻ. ഓക്കെ, ആ ജോബിൻ്റെ വാല്യൂ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ളൊരു ആക്ടിവിറ്റീനാണ് ജോബ് ഇവാലുവേഷൻ എന്ന് നോക്കുന്നത്. ഓക്കെ, നൗ വൈ ഡു വി നീഡ് ടു ഡു ദാറ്റ്? പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് എന്നൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സോ വൈ ഡു വി ഡു ജോബ് ഇവാലുവേഷൻ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജോബിൻ്റെ വാല്യൂ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് വേജുകൾ അല്ലെങ്കിൽ സാലറീസും കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ഇഫ് യു ക്യാൻ ഐ ജസ്റ്റ് റീഡ് ഔട്ട് ദി ഏരിയാസ് വിച്ച് ഐ ഹവ് ഹൈലൈറ്റഡ്. Job evaluation is an orderly and systematic process of determining the relative worth of various jobs within the organization so as to develop equitable wages and salary structure. Equal wages അല്ലെങ്കിൽ similar jobs അല്ലെങ്കിൽ similar types of jobs when you compare within the organization and outside the organizations compare ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഈക്വിറ്റബിൾ ആയിട്ടുള്ളൊരു ജോബ് സാലറി വേണം. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ആക്ടിവിറ്റിയാണ് ജോബ് ഇവാലുവേഷൻ. ലെറ്റ്സ് ലുക്ക് അറ്റ് ഡെഫിനിഷൻ. അതിനകത്ത് 2 ഡെഫിനിഷൻസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2-3 ഉണ്ട്, പക്ഷേ അതിനകത്ത് ഈ 2 സീംസ് ഫെയർലി സ്ട്രേറ്റ് ഫോർവേഡ് ആൻഡ് എഡ്വിൻ ബി ഫിലിപ്പോയുടെ ഡെഫിനിഷനാണ് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നത്. Okay, according to him, the job evaluation is a systematic and orderly process of measuring the worth of the job in relation to other job. ബാക്കിയുള്ള ജോബുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ജോബിൻ്റെ വർത്ത് എന്താണ് അല്ലെങ്കിൽ വാല്യൂ എന്താണ് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിനെയാണ് നമ്മൾ ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. Now, according to Daily Order, look at his definition. It is the practice which seeks to provide a degree of objectivity in measuring the comparative value of jobs within an organization and among similar organizations. It is essentially a job rating process, not unlike rating the employers. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ജോബിനെയാണ്. ആ ജോബിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഹൗ വാല്യൂബിൾ ഇറ്റ് ഇസ്, വാട്ട് ഇസ് ഇറ്റ്സ് വാല്യൂ ഇൻഡിവിജ്വലി നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻ കമ്പാരിസൺ ടു അതർ ജോബ്സ് വിതിൻ ദി ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വേറെ ഓർഗനൈസേഷൻസിലുള്ള ജോബ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ജോബിൻ്റെ വർത്ത് എന്താണ് എന്ന് കണ്ടുപിടിക്കുന്നത് തന്നെയാണ് നമുക്ക് ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സോ ലാസ്റ്റായിട്ട് ഇറ്റ്സ് എ ടെക്നീക്ക് ഫോർ ഡിറ്റർമൈൻ ദ പേ റേറ്റ്സ് ഓഫ് ജോബിൻ്റെ പേ റേറ്റുകൾ ഡിറ്റർമൈൻ ചെയ്യാനായിട്ടുള്ള ഒരു ടെക്നീക്കാണ്. ഓക്കെ, അവിടെ ആൾക്കാരെ അല്ല നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആൾക്കാരെ അല്ല നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, ആ ജോബിനെ ഇവാലുവേറ്റ് ചെയ്ത് എത്ര വാല്യൂബിൾ ആണ് ഈ ജോബ്. പലപ്പോഴും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും, വൈ ഡസ് ദി CEO ഗെറ്റ് സച്ച് ആൻഡ് സച്ച് എമൗണ്ട് ഓഫ് മണി ആൻഡ് ദി മിഡിൽ മാനേജ്മെൻറ്റ് ഗെറ്റ്സ് സച്ച് ആൻഡ് സച്ച് എമൗണ്ട് ഓഫ് മണി ആൻഡ് ലോവർ സൂപ്പർവൈസേഴ്സിന് ഇത്രയും ചെറിയ സാലറി അല്ല, ദ amount of salary they get. Okay, so why the differences in page? Because of the value assigned to it. ഓക്കെ, ആ വാല്യൂ അസൈൻ ചെയ്യുന്നത് ഇതേപോലെ ജോബ് ഇവാലുവേഷൻ വഴി നമ്മൾ അസൈൻ ചെയ്തിട്ട് വി ട്രൈ ടു ഫൈൻഡ് ഔട്ട് ഹൗ വാല്യൂബിൾ എ പർട്ടിക്കുലർ ജോബ് ഇസ്. ഓക്കെ, now let's look at the objectives of job evaluation. First one, to develop a consistent wage policy. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു വേജ് പോളിസി, സാലറി കൊടുക്കുമ്പോൾ ഒരു ക്ലാരിറ്റി വേണമല്ലോ, ആ ക്ലാരിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെക്കൻഡ് തിങ് ഇസ് ടു ഫിക്സിങ് വേജ് റേറ്റ്സ് ആൻഡ് റെഡ്യൂസ് വേജ് കോൺട്രവേഴ്സീസ്. കൃത്യമായിട്ടുള്ള വേജ് റേറ്റുകൾ ഡിസൈഡ് ചെയ്തിട്ട് അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സീസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ടു സിംപ്ലിഫൈ ദ നെഗോസിയേഷൻ ബിറ്റ്വീൻ ലേബർ യൂണിയൻ ആൻഡ് മാനേജ്മെൻറ്റും ലേബർ യൂണിയനും തമ്മിലുള്ള കോൺവെർസേഷനിൽ ഈ ലേബർ യൂണിയൻ ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം ഇന്ന കാര്യങ്ങൾക്കാണ് ഇവർക്ക് സാലറി വരുന്നത് അല്ലെങ്കിൽ വേജ് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫെയർ ഓൾസോ. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യണമെങ്കിൽ എത്രത്തോളം സിമ്പിളാക്കാൻ പറ്റും അത്രയും സിമ്പിളാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു ജോബ് ഇവാലുവേഷൻ. ടു കണ്ടക്ട് വേജ് സർവേസ് ആൻഡ് കമ്പയർ വേജ് സ്ട്രക്ചേഴ്സ് വിത്തിൻ ദ ഫേം. വേജ് സർവേസ് നടത്തുക, വേജ് സ്ട്രക്ചേഴ്സ് കമ്പയർ ചെയ്യുക വിത്തിൻ ദി ഓർഗനൈസേഷൻ ആൻഡ് ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ ഓൾസോ. ടു ഫിക്സ് വേജ് റേറ്റ്സ് ത്രൂ ഔട്ട് ദി ഓർഗനൈസേഷനിൽ ചിലപ്പോൾ ഒരു 10-100 എംപ്ലോയീസ് ഉണ്ടാവും. ഈച്ച് ഓഫ് ദം മൈറ്റ് ബി എന്താ പറയുക, സിമിലർ ലെവൽസിലുള്ള കുറച്ച് പേരുണ്ട്, ഡിഫറെൻറ്റ് ലെവൽസിലുള്ള കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു എന്താ പറയുക, അവരുടെ സാലറീസ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതിൻ്റെ ഒരു സ്ട്രക്ചർ വേണമല്ലോ, ആ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യാനായിട്ട്. ദെൻ എസ്റ്റാബ്ലിഷ് എ rational basis ഓഫ് ഇൻസെൻറ്റീവ്സ് ആൻഡ് ബോണസ് സ്കീംസ്. റാഷണലായിട്ട് എന്താ പറയുക, വെറുതെ വാരിക്കോരി കൊടുക്കാൻ പറ്റില്ല. കാരണം ഫണ്ട്സ് ആർ ലിമിറ്റഡ്. വാട്ട് എവർ റിഗാർഡ്ലെസ് ഓഫ് ഹൗ എവർ യു പുട്ട് ഇറ്റ്, നമ്മുടെ കയ്യിലുള്ള ഫണ്ടുകൾ ലിമിറ്റഡ് ആണ്. അപ്പോൾ ലിമിറ്റഡ് ഫണ്ട്സ് വെച്ചിട്ട് എങ്ങനെയൊക്കെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇൻസെൻറ്റീവ്സും ബോണസസും റാഷണലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ ടു ഫിക്സ് ദ സെയിം വേജ് ഫോർ സെയിം ലെവൽ ഓഫ് വർക്ക് വിത്തിൻ ദി ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ സെയിം ലെവൽ ഓഫ് വർക്കിന് സെയിം റേറ്റ് കൊടുക്കാനായിട്ട്
then to help minimize wage discrimination based on age, sex, caste, religion, region, etc. ഡിപ്പെൻഡിങ് വേജ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞ സംഭവം, അതായത് ഒരാൾക്ക് ഒരേ ലെവലിലുള്ള ആൾക്കാർക്ക് ഡിഫറെൻറ്റ് സാലറി വരുന്ന സിറ്റുവേഷനാണ് വേജ് ഡിസ്ക്രിമിനേഷൻ പറയുന്നത്. അത് അവോയ്ഡ് ചെയ്യാനായിട്ട്. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി പ്രൊസീജിയർ ഓർ ടെക്നീക്സ് ഇൻ ജോബ് ഇവാലുവേഷൻ. നൗ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ടെക്നീക്കോ പ്രൊസീജിയറോ ഇല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഓർഗനൈസേഷൻസ് നീഡ്സ്. ഓർഗനൈസേഷൻ എങ്ങനെ ആഗ്രഹിക്കുന്നു അതിനനുസരിച്ചാണ് ഇവാലുവേഷൻ നടത്തുന്നത്. പക്ഷേ ജനറൽ സ്റ്റെപ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ, ആക്സെപ്റ്റൻസ് ബൈ ഓൾ. ഈ ആക്സെപ്റ്റൻസ് ബൈ ഓൾ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ്, എംപ്ലോയീസ്, ട്രേഡ് യൂണിയൻസ്, ഈ മൂന്ന് കൂട്ടർ ആൾക്കാരും തമ്മിൽ സംസാരിച്ച് ഇതിനൊരു ധാരണ ഉണ്ടാവണം, ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവണം. ഓക്കെ, അത് സാധാരണ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷനും പാർട്ടിസിപ്പേഷനും അവരോട് കാര്യങ്ങൾ എൻലൈറ്റൻ ചെയ്യുക. ഇങ്ങനൊരു പരിപാടി ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം. പലപ്പോഴും ജോബ് ഇവാലുവേഷൻ ഈ പറഞ്ഞിട്ടുള്ള എംപ്ലോയീസ് ഇത്തിരിയൊക്കെ പേടിക്കുന്നതിൻ്റെ റീസൺ വേറെ ഒന്നുമില്ല. ഇൻ കേസ് ഈ ഇവാലുവേഷൻ നടത്തിയിട്ട് ജോബിന് ഞങ്ങളുടെ സാലറി കുറയോ എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. അങ്ങനെയല്ല, അത് ഓരോ ജോബിനും അതിൻ്റേതായ വർത്ത് ഡിറ്റർമൈൻ ചെയ്താലാണ് നമുക്ക് ഫെയർ ആയിട്ടുള്ളൊരു വേജ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ദെൻ സെക്കൻഡ് വൺ, ഫോർമേഷൻ ഓഫ് ജോബ് ഇവാലുവേഷൻ കമ്മിറ്റി. ജോബ് ഇവാലുവേഷൻ കമ്മിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഒരു കമ്മിറ്റി രൂപീകരിക്കുക. ഈ കമ്മിറ്റിയിലെ എല്ലാ സൈഡിൽ നിന്നും റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവും. മാനേജ്മെൻറ്റിനും വർക്കേഴ്സിനും എക്സ്പേർട്സും എല്ലാ സൈഡിൽ നിന്നും റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിട്ട് നമ്മളൊരു കമ്മിറ്റി ക്രിയേറ്റ് ചെയ്യുക. ഈ കമ്മിറ്റി വഴിയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. തേർഡ് വൺ, സെലക്ഷൻ ഓഫ് ജോബ്സ് ഫോർ ഇവാലുവേഷൻ. നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജോബ് ഇവാലുവേഷൻ ഇറ്റ് ക്യാൻ ബി എ സ്ലൈറ്റ്ലി എക്സ്പെൻസീവ് പ്രോസസ്സ്. അതുകൊണ്ട് തന്നെ ടൈമും മണിയും രണ്ടും സ്പെൻഡ് ആവുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് എല്ലാ ജോബ്സും ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കീ ആയിട്ടുള്ള ജോബ്സ് ഏതൊക്കെയാണെന്നുള്ളത് പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റ്സിലെ കീ ജോബ്സ് ഏതൊക്കെയാണെന്ന്, അല്ലെങ്കിൽ നോക്കേണ്ട ജോബ്സ് ഏതൊക്കെയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മാപ്പ് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ജോബ് ഇവാലുവേഷൻ നടത്തുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ജോബ് ഡിസ്ക്രിപ്ഷനാണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ നമുക്കറിയാം, ഇറ്റ്സ് എ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദി ജോബ്. അതിനകത്ത് വരുന്ന അതിനകത്ത് വരുന്ന എന്താ പറയുക, ഡിഗ്രി ഓഫ് സൂപ്പർവിഷൻ, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, ടൈറ്റിൽസ്, എന്തൊക്കെ കാര്യങ്ങൾ, വർക്കിംഗ് കണ്ടീഷൻസ്, ക്വാളിറ്റി ഓഫ് പീപ്പിൾ റിക്വയർഡ്, അങ്ങനത്തെ എല്ലാം തന്നെ ഈ ജോബ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ പലപ്പോഴും ഒരു ഹെൽപ്പാണ് ഈ പറഞ്ഞിട്ടുള്ള ജോബ് ഇവാലുവേഷന് വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ജോബ് ഗ്രേഡിംഗ്. ജോബ് ഗ്രേഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രേഡ് ചെയ്യുക, ക്ലാസിഫൈ ദി ജോബ്സ് ഓൺ ഡിഫറെൻറ്റ് ബേസിസ്. അതിൻ്റെ നേച്ചറിൻ്റെ ബേസിസിൽ, അതിൻ്റെ മേ ബി നേച്ചറിൻ്റെ ബേസിസ് നമുക്ക് ക്ലറിക്കൽ, അക്കൗണ്ടിങ്, എക്സെട്ര നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിനെ തന്നെ പിന്നെയും നമുക്ക് സബ് ഗ്രൂപ്പ്സ് ആക്കാം, അങ്ങനെ ക്ലാസിഫൈ ചെയ്യുക അതിനെ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് ജോബ് ഇവാലുവേഷൻ മെത്തേഡ്. പല മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്, ഇനി പഠിക്കാൻ പോകുന്നുണ്ട് കമ്മിങ് ഇതിൽ. So based on those methods you can evaluate the job. Then seventh one എന്ന് പറയുന്നത് കൺസിഡറേഷൻ ഓഫ് ജോബ് ഫാക്ടേഴ്സ്. ഈ ജോബ് ഇവാലുവേഷൻ മെത്തേഡ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിന് ഓരോ പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫാക്ടേഴ്സ് ഒരുവിധം നമ്മളെല്ലാം തന്നെ നോക്കണം. ജനറലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്ന് മെൻ്റൽ ആൻഡ് മാനുവൽ സ്കിൽസ്, എക്സ്പീരിയൻസുകൾ, എഫേർട്ട് ആൻഡ് ഇനീഷ്യേറ്റീവ്, വർക്കിംഗ് കണ്ടീഷൻ, റെസ്പോൺസിബിലിറ്റീസ്, വെദർ സൂപ്പർവിഷൻ ഇസ് റിക്വയർഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഫാക്ടേഴ്സായിട്ട് കൺസിഡർ ചെയ്യുന്നത്. നൗ ഈ ഓരോ ഫാക്ടേഴ്സും എല്ലാ മെത്തേഡ്സിലും ഒരുവിധം മെത്തേഡ്സിലും നമ്മൾ ചെയ്യുന്നൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാക്ടേഴ്സിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിൻ്റേതായ വെയിറ്റുകളുണ്ട്. അപ്പോൾ വെയിറ്റേജ് അതിനനുസരിച്ച് അസൈൻ ചെയ്തിട്ട് നമ്മളൊരു വാല്യൂ അസൈൻ ചെയ്യും ബൈ ഫൈൻഡിങ് ഔട്ട് ഇൻ കമ്പാരിസൺ ടു ദി വെയ്റ്റ്സ്. ആ അസൈൻ ചെയ്തിട്ടുള്ള വെയിറ്റുകളുടെ ഒപ്പം നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ആ വാല്യൂ അസർട്ടൈൻ ചെയ്യുന്നു ഈ പറഞ്ഞിട്ടുള്ള ജോബിൻ്റെ. ദെൻ കംസ് ജോബ് പ്രൈസിങ്. അറ്റ് ദി എൻഡ് ഓഫ് ദിസ് ഈ പറഞ്ഞിട്ടുള്ള ഇവാലുവേഷൻ സെക്ഷനിൽ ഫാക്ടേഴ്സിൻ്റെ വെയിറ്റും വെച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് അവസാനം ഒരു വാല്യൂ കിട്ടും. അവിടെയാണ് ഈച്ച് ജോബ് ഇസ് പ്രൈസ്ഡ് ഇൻ റിലേഷൻ ടു ഇറ്റ്സ് വർത്ത്. ദെൻ റിവ്യൂ എന്ന് പറയുന്നത് പീരിയോഡിക് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്യാനല്ല, ബട്ട് മേ ബി വൺസ് എ ക്വാർട്ടർ, അല്ലെങ്കിൽ വൺസ് എ ഇയർ, അല്ലെങ്കിൽ വൺസ് ഇൻ 2 years ഒക്കെ ഈ പറഞ്ഞിട്ടുള്ള ഇവാലുവേഷൻ നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്, റിവ്യൂ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, സോ ദോസ് ആർ ദി മെത്തേഡ്സ് ഓർ ടെക്നീക്സ്, അല്ലെങ്കിൽ മെത്തേഡ്സ് അല്ല, പ്രൊസീജിയർ ഓർ ടെക്നീക്സ് ഓഫ് ജോബ് ഇവാലുവേഷൻ. ഇനി നമുക്ക് മെത്തേഡ്സ് ഓഫ് ജോബ് ഇവാലുവേഷൻ നോക്കാം. മെത്തേഡ്സ് നോക്കുകയാണെങ്കിൽ 2 തരത്തിലുള്ള മെയിൻ മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സും. ക്വാളിറ്റേറ്റീവിൻ്റെ അടിയിൽ വരുന്നതാണ് റാങ്കിങ് ഓർ ജോബ് കമ്പാരിസൺ, പിന്നെ രണ്ടാമത്തെ ജോബ് ഗ്രേഡിംഗ് ഓർ ജോബ് ക്ലാസിഫിക്കേഷൻ മെത്തേഡ്. ക്വാണ്ടിറ്റേറ്റീവിൽ വരുന്നതാണ് പോയിന്റ് സിസ്റ്റം
രണ്ടാമത് ഫാക്ടർ കമ്പാരിസൺ. ലെറ്റ്സ് ലുക്ക് അറ്റ് ദീസ് തിങ്സ് വൺ ബൈ വൺ. ക്വാളിറ്റേറ്റീവ് ആദ്യം എടുക്കാം. ക്വാളിറ്റേറ്റീവിൽ റാങ്കിങ് മെത്തേഡാണ് എടുക്കേണ്ടത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ്സ് സിംപിളസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് മെത്തേഡ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈ പറഞ്ഞിട്ട് കമ്മിറ്റിയാണ് റാങ്ക് ചെയ്യുന്നത്, ഓരോ ജോബുകളും റാങ്ക് ചെയ്യുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ഓൾ ജോബ്സ് ഇൻ ദി കൺസേൺ ആർ അറേഞ്ച് ഇൻ ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ്. ഇപ്പോൾ 10 ജോബ് ഉണ്ടെങ്കിൽ 10 ജോബിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റിൽ നിന്ന് ടു ദി ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മറ്റേറ്റത്ത് അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും. അത് ചെയ്യുന്നൊരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ആണ് ഈ പറഞ്ഞിട്ടുള്ള റാങ്കിങ് ചെയ്യുന്നത്. ജോബ്സ് ആർ റാങ്ക് അക്കോർഡിംഗ് ടു ദ ഇമ്പോർട്ടൻസ് വിത്തൗട്ട് കൺസിഡറിങ് എനി സ്പെസിഫിക് ഫാക്ടേഴ്സ്. റാങ്കിങ് ഇൻവോൾവ്സ് ദി ഫോളോയിങ് സ്റ്റെപ്സ്. നമുക്ക് ആ സ്റ്റെപ്സ് ഒന്ന് നോക്കാം. അതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ജോബുകൾ പ്രത്യേകിച്ച് വേറെ ഫാക്ടേഴ്സ് ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ആ ഫാക്ടേഴ്സ് ചിന്തിക്കാണ്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ജോബിൻ്റെ ഇമ്പോർട്ടൻസസിൻ്റെ ബേസിസിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. ദെൻ എന്തൊക്കെയാണ് നമുക്ക് അതിനകത്ത് റാങ്കിങ്ങിൽ വരുന്ന സ്റ്റെപ്പ്? ഒന്ന്, ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുവിധം എല്ലാ മെത്തേഡിലും ജോബ് ഡിസ്ക്രിപ്ഷൻ ഇസ് എ നെസസിറ്റി. കാരണം നമുക്കറിയാം ജോബ് ഡിസ്ക്രിപ്ഷൻ ഈസ് എ കംപ്ലീറ്റ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ജോബ്, അല്ലേ? ജോബ് അനാലിസിസിൽ നിന്ന് കിട്ടുന്ന ആ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സോ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രിപ്പറേഷൻ ഇസ് ആബ്സല്യൂട്ട്ലി നെസസറി. സെക്കൻഡ് തിങ്, നമ്മൾ കീ ജോബ്സ് കണ്ടുപിടിക്കുക, അതിനെ റേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ, റേറ്റിംഗ് ഓഫ് കീ ജോബ്സ് ഇസ് എ മേജർ ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ബി ഡൺ. എല്ലാ മേജർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാത്തിലും കീ ജോബ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് റേറ്റ് ചെയ്യണം. ദെൻ the key jobs, അടുത്ത third point എന്ന് പറയുന്നത് rating of other jobs. The key jobs are taken as a base and ranking of other jobs are done by comparing with key jobs. ബാക്കിയുള്ള കീ ജോബ്സ് അല്ലാത്ത ബാക്കിയുള്ള ജോബുകളുണ്ടല്ലോ, അത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള കീ ജോബ്സ് എന്ന് വെച്ചിട്ട് ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് ദിസ് ജോബ് ഇൻ കമ്പാരിസൺ ടു അവർ കീ ജോബ്? ഓക്കെ, ഇപ്പം ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓഡിറ്റർ എന്ന് പറയുന്നത് ഒരു കീ ജോബാണെന്ന് വെച്ചോ. ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് മേ ഓർ മേ നോട്ട് ബി എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ഓർ വാല്യുബിൾ, ഐ ഡോണ്ട് നോ. പക്ഷേ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഓഡിറ്റർ എന്ന് പറയുന്നൊരു തസ്തിക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആ ജോബ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദാറ്റ് ഇസ് അവർ കീ ജോബ്. ഇമാജിൻ ദർ ഇസ് അനദർ ഏരിയ, അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ജൂനിയർ അക്കൗണ്ടൻറ്റ്. ആ ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ ജോബ്, ഓക്കെ, അത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഓഡിറ്ററായിട്ട് കമ്പയർ ചെയ്യണം. ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് ദിസ് പെർട്ടിക്കുലർ ജോബ് ഇൻ കമ്പാരിസൺ ടു ദിസ് എന്ന് കമ്പയർ ചെയ്യുന്ന ബേസിസിലാണിക്കും നമ്മൾ അതിനെ ഈ പറഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജോബ് ക്ലാസിഫിക്കേഷൻസ് ഓർ ഗ്രേഡിങ്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് റാങ്കിങ്ങിൻ്റെ ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ്. Okay, a job classification is made on the basis of ranks assigned to each jobs. ഓരോ ജോബിനും അസൈൻ ചെയ്തിട്ടുള്ള റാങ്കുകൾ അനുസരിച്ചിട്ട്. In short, under this method, the committee of executives study the job description and rank the job according to its importance. After ranking the job, they are placed in the salary ranges on predetermined basis. മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള റാങ്കിങ് സ്പെക്ട്രംസ് ഉണ്ട്. ആ സ്പെക്ട്രത്തിൽ ഓരോ ഈ ജോബുകൾ ഏതൊക്കെ സ്പെക്ട്രത്തിലാണ് വീഴുന്നത്, ആ സ്പെക്ട്രത്തിനനുസരിച്ചിട്ടായിരിക്കും സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. പെട്ടെന്ന് നമുക്ക് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. അഡ്വാൻറ്റേജസ്, നേരത്തെ ഈ പറഞ്ഞ മെത്തേഡ് ഭയങ്കര സിമ്പിളാണ് ആൻഡ് ഇറ്റ്സ് പെർഹാപ്സ് ദി ഓൾഡസ്റ്റ് മെത്തേഡ്. ഓക്കെ, ഇൻസ്റ്റലേഷൻ ഡിഫിക്കൽട്ടി ഈസ് ലെസ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സാധനം അസിമിലേറ്റ് ചെയ്യാം. ഈ പറഞ്ഞിട്ടുള്ള മെത്തേഡ് ടെക്നീക്ക് നമുക്ക് അസിമിലേറ്റ് ചെയ്യാം. ഇറ്റ്സ് എക്കണോമിക്കൽ, least expensive method. Time taken is very less. ഇത് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാവുന്ന കാര്യമാണ്. വെരി ലിറ്റിൽ പേപ്പർ വർക്കാണ്. ഓക്കെ, ഡോക്യുമെൻറ്റേഷൻ വർക്ക് കണ്ടുപോകാനൊന്നുമില്ല. ദെൻ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കൺസേൺസ്, ചെറിയ ഓർഗനൈസേഷൻസിന് ഇതിന് സൂട്ടബിൾ അല്ലോ. വലിയ ഓർഗനൈസേഷൻസിന് ഇത്ര കണ്ടമാനം ജോലികളുണ്ട് വലിയ ഓർഗനൈസേഷൻസിൽ. അപ്പോൾ അതിനകത്ത് കീ ജോബ്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ തന്നെ കുറേ ടൈം എടുക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് നോ സയൻറ്റിഫിക് അപ്രോച്ച്. ഇവിടെ ബയസ് വരും. കാരണം അതിനകത്ത് ഇരിക്കുന്ന കമ്മിറ്റിയിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ ബയസസ് ഉണ്ടല്ലോ, ആ ബയസുകളാണ് സാധാരണ ഇതിനകത്ത് റിഫ്ലക്റ്റ് ആവുന്നത്. Then to allot rank to a new job is a difficult task. പുതിയ ജോബിന് റാങ്ക് അലോട്ട് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് കമ്പയർ ചെയ്യാനൊരു സംഭവമില്ല. ഓക്കെ, ദെൻ ആർബിട്രറി റാങ്കിങ് വിൽ ബി ഒപ്പോസ്ഡ് ബൈ എംപ്ലോയീസ്. തന്നിഷ്ടത്തിന് റാങ്ക് ചെയ്യുക എന്നതാണ് പ്രശ്നം. അപ്പോൾ അത് എംപ്ലോയീസ് എന്തായാലും എതിർക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജോബ് ഗ്രേഡിംഗ് ഓർ ജോബ് ക്ലാസിഫിക്കേഷൻ മെത്തേഡ്. ജോബ് ഗ്രേഡിംഗ് ഓർ ജോബ് ക്ലാസിഫിക്കേഷൻ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ ദിസ് മെത്തേഡ് ഈച്ച് ജോബ് ഇസ് allotted a grade. The committee of executives go through each job description and carefully weighs in its light certain factors like skill, responsibility, experience, type of work. Then a particular grade is assigned for each job. For each grade or class, there is a predetermined rate of wage. The job may be graded as skilled, unskilled, routine, administrative. ഓക്കെ, സ്റ്റെപ്സ് നമുക്കത് നോക്കാം. പക്ഷേ അതിന് മുമ്പ് ഈ സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ബേസിക്കായിട്ട് ആ പേര് പറഞ്ഞ പോലെ തന്നെ ജോബ് ഗ്രേഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അസൈനിങ് എ ഗ്രേഡ് അല്ലെങ്കിൽ അലോട്ടിങ് എ ഗ്രേഡ്. ഈ ഗ്രേഡ് ചെയ്യുന്നത്
ഈ പറഞ്ഞിട്ടുള്ള കമ്മിറ്റിക്കാർ തന്നെയാണ് ബേസ്ഡ് ഓൺ സർട്ടൺ ഫാക്ടേഴ്സ്. കുറച്ച് ഫാക്ടേഴ്സ് നേരത്തെ പറഞ്ഞ മെത്തേഡിൽ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യില്ല, ഇവിടെ നമ്മൾ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യും. ആ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നതിൻ്റെ ബേസിസിൽ നമ്മൾ ജോബിനെ ഗ്രേഡ് ചെയ്യുന്നു. ആ ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ ബേസിസിൽ ഒരു പർട്ടിക്കുലർ ക്ലാസ്സിൽ ചെന്ന് വീഴുന്നു. ഓക്കെ, അത് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ളൊരു വേജ് റേറ്റ് ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് ഗ്രേഡ് അല്ലെങ്കിൽ ക്ലാസ്സിൽ ചെന്ന് വീഴുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ആ ക്ലാസിഫിക്കേഷൻ ബേസിസിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ദ ഫോളോയിങ് സ്റ്റെപ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് മെത്തേഡ്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ജോബ് ഡിസ്ക്രിപ്ഷൻ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഇസ് ജോബ് ഡിസ്ക്രിപ്ഷൻ. സെക്കൻഡ്, പ്രിപ്പറേഷൻ ഓഫ് ഗ്രേഡ് ഡിസ്ക്രിപ്ഷൻ. ഇത് സ്ലൈറ്റ്ലി ഡിഫിക്കൽട്ടാണ്. ഓരോ ഗ്രേഡിൻ്റെയും സെപ്പറേറ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ഓക്കെ, കീ ജോബ്സ് ആർ സെലക്ടഡ് ഫ്രം ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. നേരത്തെ പോലെ തന്നെ കീ ജോബ്സ് നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ഗ്രേഡ് ഇസ് അസൈൻഡ് ടു ഈച്ച് കീ ജോബ്. ഒരു കീ ജോബിനും ഒരു ഗ്രേഡ് അസൈൻ ചെയ്യുന്നു. ഓൾ ജോബ്സ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദി പ്രീ ഡിറ്റർമൈൻഡ് ഗ്രേഡ്സ് ഓർ വേജസ്. ഓക്കെ, മുൻകൂട്ടി തീരുമാനിച്ച പോലെ നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് നമുക്ക് പെട്ടെന്ന് വായിച്ചിടാം. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദിസ് മെത്തേഡ് ഇസ് ഹൈലി സൂട്ടബിൾ ഫോർ ഗവൺമെൻറ് ഓഫീസസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. ഗവൺമെൻറ് ജോബ്സിനൊക്കെ ഇത് ഭയങ്കര സൂട്ടബിൾ ആണ്, സിമ്പിളാണ്, ലെസ് എക്സ്പെൻസീവ് ആണ്, അധികം സമയം എടുക്കുന്നില്ല ഈ കാര്യം ചെയ്യാനായിട്ട്. ഇൻസ്റ്റലേഷൻ, അതായത് ഈ സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. പുതിയ ജോബിന് ഗ്രേഡ് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടില്ല ഈ മെത്തേഡിൽ. കമ്പയർഡ് ടു യുവർ പ്രീവിയസ് മെത്തേഡ് നമുക്ക് അത്രയും ഡിഫിക്കൽട്ടി ഈ മെത്തേഡിനില്ല. ഓക്കെ, ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ വലിയ കൺസേൺസിന് ഇറ്റ്സ് നോട്ട് സൂട്ടഡ്. ആൻഡ് ഇവിടുത്തെ ഒരു പുലിവാൽ എന്ന് പറയുന്നത് ഈ സെക്കൻഡ് സ്റ്റെപ്പാണ്, പ്രിപ്പറേഷൻ ഓഫ് ഗ്രേഡ് ഡിസ്ക്രിപ്ഷൻ. ആ ഗ്രേഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ സാധനം പ്രിപ്പയർ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇറ്റ്സ് ടൈം കൺസ്യൂമിങ്. ഇറ്റ് ക്യാൻ ബി, ദാറ്റ് ഇസ് ദി ഓൺലി എലമെൻറ്റ് ദാറ്റ് ഇസ് ഡിഫിക്കൽട്ട് ഇൻ ദാറ്റ്. ദെൻ എക്സിസ്റ്റിംഗ് വേജ് റേറ്റ്സ് വിൽ എഫക്ട് ദി ഗ്രേഡിംഗ് ഓഫ് ജോബ്സ്. ഇപ്പോഴത്തെ ഉള്ള റേറ്റുകൾ ഈ പറഞ്ഞിട്ടുള്ളൊരു ചെറിയ ബയസ് പോലെ ക്രിയേറ്റ് ചെയ്യും. ദെൻ ഗ്രേഡിംഗ് ഇസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് ജഡ്ജ്മെൻറ്റ്. ആ കമ്മിറ്റിയിലുള്ള ആൾക്കാരുടെ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിസിലാണ് ചെയ്യുന്നത്. സോ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ബയസ്. നേരത്തെ പറഞ്ഞ മെത്തേഡിലാണെങ്കിൽ പോലും നേരത്തെ പറഞ്ഞ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ റാങ്കിങ് മെത്തേഡിലാണെങ്കിൽ പോലും ഒരു ബയസ് എലമെൻറ്റ് പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ ടു മെത്തേഡ്സ്, ദാറ്റ് റാങ്കിങ് മെത്തേഡ് ആൻഡ് യുവർ ജോബ് ഗ്രേഡിംഗ് മെത്തേഡ്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കേണ്ടത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിനെ കുറിച്ചാണ്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് കമ്പയർഡ് ടു യുവർ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഇസ് സ്ലൈറ്റ്ലി മോർ റിലയബിൾ. ഇറ്റ്സ് മച്ച് മോർ, എന്താ പറയുക, നമുക്ക് കുറേ കൂടി ആക്യുറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നൗ അതിനകത്ത് ഈ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിൽ ഒന്ന് പോയിൻറ്റ് മെത്തേഡാണ്. ദാറ്റ് ഇസ് ദി ഫസ്റ്റ് വൺ ദാറ്റ് വിൽ ബി ഡീലിംഗ് വിത്ത്. നൗ ഈ പോയിൻറ്റ് മെത്തേഡിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഈ രണ്ടെണ്ണത്തിൽ ഏറ്റവും വൈഡായിട്ട് യൂസ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പോപ്പുലാരിറ്റി ഉള്ളൊരു മെത്തേഡാണ് ഈ പോയിൻറ്റ് മെത്തേഡ്. നൗ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ മെത്തേഡ്സിൻ്റെയും ബേസിക് എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് അല്ലെങ്കിൽ യു ഹാവ് ടു ഹാവ് എ ജോബ് ഡിസ്ക്രിപ്ഷൻ. ആ ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ ബേസിസിലാണ് ഈ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ. എല്ലാ മെത്തേഡ്സിൻ്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ജോബ് ഡിസ്ക്രിപ്ഷനാണ്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്രിപ്പയറിംഗ് എ ജോബ് ഡിസ്ക്രിപ്ഷൻ, ദെൻ കൺസിഡറിങ് ദ ഫാക്ടേഴ്സ് that influence the job. ആ ജോബിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ ആഫ്റ്റർ ദാറ്റ് വാട്ട് വി ഹാവ് ടു ഡു ഇസ് ഓരോ ഫാക്ടറിനും പോയിന്റുകൾ നമ്മൾ അലോട്ട് ചെയ്യും. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഓരോ ഫാക്ടേഴ്സിനും ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് പോയിന്റുകൾ നമ്മൾ അലോട്ട് ചെയ്യുന്നുണ്ട്. ആ അലോട്ട് ചെയ്യുന്നതിൻ്റെ ബേസിസിലാണ് നമ്മൾ റേറ്റിംഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റേറ്റിംഗ് ഈച്ച് ജോബ് ഫാക്ടർ വൈസ്. ഫാക്ടറിൻ്റെ ബേസിസിൽ നമ്മൾ ഓരോ ജോബിനെയും റേറ്റ് ചെയ്യുന്നു. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് വാട്ട് വി ഡു ഇസ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പോയിന്റുകളെല്ലാം തന്നെ നമ്മൾ ആ പോയിൻറ്റ്സിൻ്റെ ബേസിസിൽ നമ്മൾ റേറ്റിംഗ് ചെയ്തല്ലോ. ആ റേറ്റിംഗ് ചെയ്യുമ്പോൾ നമുക്കൊരു പോയിൻറ്റ്സ്, ഒരു ക്യുമുലേറ്റീവ് പോയിൻറ്റ്സ് ഉണ്ടാവും. ആ ക്യുമുലേറ്റീവ് പോയിൻറ്റ്സിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ജോബ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പോൾ സിമിലർ ആയിട്ടുള്ള പോയിന്റുകൾ കിട്ടുന്നത് നമ്മൾ ഒരു ഗ്രേഡിൻ്റെ ഇതിനകത്ത് വെക്കുന്നു. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വേജസ് ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താ, ദാറ്റ് ഇസ് ദി മെയിൻ ഡിഫറൻസ്. നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സാണ് അതിനകത്തൊരു ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള മെത്തേഡ്സ് വെച്ച് നോക്കുമ്പോൾ പോയിന്റ് ഓഫ് ഡിഫറൻസ് പറയുന്നതാണ്. സോ അതിനകത്ത് വരുന്ന മെയിൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഫാക്ടർ സ്കിൽ, എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ഇനീഷ്യേറ്റീവ്, റെസ്പോൺസിബിലിറ്റി, മെൻ്റൽ ആൻഡ് ഫിസിക്കൽ എഫേർട്ട്, വർക്കിംഗ് കണ്ടീഷൻസ്. ആ വർക്കിംഗ് കണ്ടീഷൻസ് ക്യാൻ ബി ഗുഡ്, ബാഡ്, ആവറേജ്, അങ്ങനത്തെ പല ടൈപ്സ് ഓഫ് ഇതുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ജാനിറ്റോറിയൽ സ്റ്റാഫ് തന്നെ എടുത്തോ, ജാനിറ്റർ. ഓക്കെ, ക്ലീനിങ് ആണ് ആളുടെ ഡ്യൂട്ടി. ബേസിക്കലി ഓൾമോസ്റ്റ് അക്രോസ് ഓൾ ഫേംസ് ഒരുവിധം ജാനിറ്റേഴ്സിന് കിട്ടുന്ന റേറ്റുകൾ ഒരുവിധം സെയിം ആയിരിക്കും. ഡിപ്പെൻഡിങ് ഓൺ ദ കമ്പനി ബെനിഫിറ്റ്സുകൾ മാറിപ്പോവും, അങ്ങനെ മറിഞ്ഞിരിക്കും. പക്ഷെ എന്നാലും പൊതുവേ കിട്ടുന്ന സാലറി വിൽ ബി ദ സെയിം. നൗ ഒരു പർട്ടിക്കുലർ, ഇപ്പോൾ നോർമൽ ഒരു ഫാക്ടറിയിലുള്ള ജാനിറ്ററും
ഒരു ഓഫീസിലുള്ള ജാനിറ്ററും ഒരു കെമിക്കൽ പ്ലാന്റിലുള്ള ജാനിറ്ററും തമ്മിൽ ചിലപ്പോൾ പേ വ്യത്യാസങ്ങളുണ്ടാവും. വൺ ഓഫ് ദ റീസൺ ബീങ് ഓഫീസ് എന്ന് പറയുമ്പോൾ നോർമൽ എന്താ പറയുക ഒരു എൻവയൺമെൻ്റലി ഹസാർഡസ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരിക്കില്ല. ഫാക്ടറി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡേഞ്ചർ ഉണ്ടാവും. അപ്പോൾ ഈ വന്നിട്ടുള്ള ആൾക്ക് കുറച്ചുകൂടി സാലറി കിട്ടുമായിരിക്കും. കെമിക്കൽ പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസാർഡസ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ ഓബ്വിയസ്ലി കുറച്ചുകൂടി റിസ്ക് ഉള്ളത് കാരണം അവിടെ പേയ്മെൻറ്റ് ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും. നമ്മൾ ഈ മെത്തേഡിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നമുക്കൊന്ന് ഫോളോ ചെയ്യാം. മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മെറിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് എൻഷുവേഴ്സ് ആക്യുറസി. ഓക്കെ, ഈ മെത്തേഡിൻ്റെ ആക്യുറസി കൂടുതലാണ്. കമ്പാരിറ്റീവ്ലി ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഹാവ് സ്ലൈറ്റ്ലി അല്ല അത്യാവശ്യം ഹയർ ഡിഗ്രി ഓഫ് ഈ പറഞ്ഞിട്ടുള്ള ആക്യുറസി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഫാക്ട്സ്, ഫിഗേഴ്സ്, വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇറ്റ് ഈസ് മോർ എഫക്റ്റീവ് ബിക്കോസ് ഓഫ് ദ ഫാക്ടേഴ്സ് കൺസിഡർ. നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്യുന്ന ഈ പറഞ്ഞിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അത് കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു എഫക്റ്റീവ്നെസ് ഉള്ളത്. ഇറ്റ്സ് സൂട്ടബിൾ ഫോർ ലാർജ് കൺസേൺസ്. ഇറ്റ് ഈസ് ഒബ്ജക്റ്റീവ്, അതായത് ഇറ്റ്സ് ആൻ ഒബ്ജക്റ്റീവ് മെത്തേഡ്. ആ വേജുകളെ നമുക്ക് വിത്ത് ഡേറ്റ നമുക്ക് കാണിക്കാം, ഡിഫറൻസസ് അല്ലെങ്കിൽ വൈ വൺ ജോബ് ഹാസ് മോർ പേയ്മെൻറ്റ് ദാൻ ദി അതർ എന്നുള്ളത് ന്യൂമറിക്കലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ റെസിസ്റ്റൻസ് ഫ്രോം ലേബർ യൂണിയൻസ് ക്യാൻ ബി റെഡ്യൂസ് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞിട്ടുള്ള റെസിസ്റ്റൻസ്. എന്തുകൊണ്ടാണ്? കാരണം വളരെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ദെൻ ദർ ഇസ് നോ പ്ലേസ് ഫോർ പേഴ്സണൽ പ്രെജുഡിസ് ഓർ ബയസ്. നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ബയസ് അല്ലെങ്കിൽ മുൻവിധികൾ നമുക്ക് അവോയ്ഡ് ചെയ്യല്ല. ഉണ്ടെങ്കിൽ തന്നെ നമുക്കതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യില്ല. കാരണം പ്രെജുഡിസ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡ് വന്നാൽ പോലും ഓരോ ഫാക്ടേഴ്സിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. അതിൻ്റെ ബേസിസിൽ കൃത്യമായിട്ട് വെയിറ്റേജസും പോയിൻറ്റ്സും ഉണ്ട്. അതിൻ്റെ ബേസിസിലാണ് ടോട്ടൽ സ്കോർ വരുന്നത്. സോ അവിടെ എനിക്കൊരു ഐ ഫീൽ ദിസ് ജോബ് എന്നുള്ളൊരു കാര്യമില്ല. ഓക്കെ, നൗ ഡിമെറിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇറ്റ്സ് എക്സ്പെൻസീവ്. ഈ പറഞ്ഞിട്ടുള്ള ഫാക്ടേഴ്സിൻ്റെ ഡിറ്റർമിനേഷനും സെലക്ഷനും മാത്രമാണ് ഒരു പ്രോബ്ലം വരുന്നത്. അത് ടൈം കൺസ്യൂമിങ് ആണ്. ദെൻ ആവറേജ് വർക്ക് കനോട്ട് ഈസിലി അണ്ടർസ്റ്റാൻഡ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈവൻ ദോ ഇറ്റ് ഇസ് ഡേറ്റ, പലപ്പോഴും ഡേറ്റ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഡേറ്റ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എറേഴ്സ് മേ ഒക്കർ ഇഫ് അസൈൻഡ് പോയിന്റ് വാല്യൂസ് ആർ നോട്ട് റിയലിസ്റ്റിക്. അസൈൻ ചെയ്ത പോയിന്റ് വാല്യൂ ഫാക്ടേഴ്സ് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഫാക്ടറും വേറെ ഫാക്ടറും തമ്മിലുള്ള പോയിന്റ് അല്ലെങ്കിൽ വെയിറ്റേജുകളുണ്ടല്ലോ, അത് തമ്മിലുണ്ടാവുന്ന ഡിഫറൻസസ് ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ മാപ്പ് ചെയ്തില്ലെങ്കിൽ അവിടെ എറർ ഉണ്ടാവും. ഓക്കെ, സോ ദീസ് ആർ ദി മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് പോയിന്റ് മെത്തേഡ്. നമ്മളിപ്പോൾ കഴിഞ്ഞത് പോയിന്റ് മെത്തേഡാണ്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിൽ പോയിന്റ് മെത്തേഡാണ്. ഓക്കെ, മെത്തേഡാണ്. നൗ ഈ മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് റാങ്കിങ് ആൻഡ് പോയിന്റ് മെത്തേഡ്. റാങ്കിങ് മെത്തേഡും പോയിന്റ് മെത്തേഡിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് ഇതിനകത്ത് വിസിബിൾ ആയിരിക്കും. നൗ ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ E.J. Benje in 1926. Under this method, few jobs are selected as key jobs and it is evaluated. These key jobs are taken as a standard against other jobs. നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ റാങ്കിങ് മെത്തേഡിൽ പറയുന്ന കാര്യം, കുറച്ച് ജോബുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ജോബ്സിന് നമ്മൾ കീ ജോബ്സ് എടുക്കുന്നു, അവരെ ഒരു സ്റ്റാൻഡേർഡാക്കി മാറ്റുന്നു. ആ സ്റ്റാൻഡേർഡിന് നേരെ നമ്മൾ കമ്പയർ ചെയ്യുന്നു ബാക്കിയുള്ള ജോബുകൾ. അതിൻ്റെ ബേസിസിൽ നമ്മൾ നോക്കുന്നു. ഓക്കെ, നൗ ഇഫ് ദ കണ്ടൻസ് ഓഫ് ദ ജോബ്സ് ആർ സ്റ്റേബിലൈസ്ഡ് ഓവർ എ പീരിയഡ് വി ക്യാൻ ട്രീറ്റ് ഇറ്റ് ആസ് എ കീ ജോബ്. ഓവർ എ ടൈം പീരീഡ് നോക്കിയിട്ടാണ് നമ്മൾ കീ ജോബ്സ് ചൂസ് ചെയ്യുന്നത് തന്നെ. ഓക്കെ, നൗ അതിനകത്ത് വരുന്ന മെത്തേഡ് ഓഫ് ജോബ് ഇവാലുവേഷൻ അണ്ടർ ദിസ്. ഫസ്റ്റ് വൺ, വേരിയസ് ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ദ ജോബ് ആർ സെലക്റ്റഡ്. വേരിയസ് ഫാക്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനെ ബാധിക്കുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ടാകും. ആ ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് used in this method is 5 or more. ഒന്ന് സ്കില്ല്, റെസ്പോൺസിബിലിറ്റി, വർക്കിംഗ് കണ്ടീഷൻ, ഫിസിക്കൽ റിക്വയർമെൻറ്റ്, മെൻ്റൽ റിക്വയർമെൻറ്റ് എക്സെട്ര. അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ ഫാക്ടേഴ്സായിട്ട് എടുക്കുന്നത്. ദെൻ അതിൻ്റെ ബേസിസിൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കീ ജോബ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. ദെൻ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ഓരോ കീ ജോബ്സിനും കൃത്യമായിട്ടുള്ള റേറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ കംസ് ദി റാങ്കിങ് എലമെൻറ്റ്. ആ റാങ്കിങ് ആസ്പെക്റ്റ് അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. എന്താണ്, നമ്മൾ ഓരോ ജോബ് ഫാക്ടേഴ്സിനെ നമ്മൾ റാങ്ക് ചെയ്യുന്നു. ഓക്കെ, ഈച്ച് കീ ജോബിൻ്റെ കീഴിലുള്ള ഫാക്ടേഴ്സിനെ നമ്മൾ റാങ്ക് ചെയ്യുന്നു. ദെൻ അലോക്കേറ്റ് ദി എക്സാക്ട് റേറ്റ് ഓഫ് ഈച്ച് കീ ജോബ് അമംഗ് ദി ഫാക്ടേഴ്സ് ഓഫ് ദാറ്റ് ജോബ്. ആ ജോബിൻ്റെ ഇടയിലുള്ള ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ബേസിസിൽ നമ്മൾ ഓരോന്നിനും റേറ്റ് അലോക്കേറ്റ് ചെയ്യുന്നു. ദെൻ ഇവാലുവേറ്റിംഗ് ഓൾ അതർ ജോബ്സ് ബൈ കമ്പയറിങ് ഇറ്റ് വിത്ത് ദി കീ ഫാക്ടേഴ്സ്. ബാക്കിയുള്ള ജോബ്സിനൊക്കെ നമ്മൾ കീ ഫാക്ടർ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഈ കീ ജോബ്സിൻ്റെ ബേസിസിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നു. അതിൻ്റെ ബേസിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ സെവൻത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈൻ, അഡ്ജസ്റ്റ് ആൻഡ് ഓപ്പറേറ്റ് ദി വേജ് സ്ട്രക്ചർ. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ പൊളിച്ചടക്കേണ്ട സാധനമാണെങ്കിൽ പൊളിച്ച് തിരുത്തി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി മെറിറ്റ്സ്. മെറിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, ഇറ്റ്സ് മച്ച് മോർ ഒബ്ജക്റ്റീവ്.
കുറേ കൂടി റിലയബിൾ ആയിട്ട് റിസൾട്ട് വരുന്നു. ആസ് ഇറ്റ്സ് ലൈക്ക് ഐ ഹവ് ടോൾഡ് യു ബിഫോർ, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഇസ് ഫാർ മോർ ആക്യുറേറ്റ് ആൻഡ് ഫാർ മോർ ഒബ്ജക്റ്റീവ് ആൻഡ് ഫാർ മോർ റിലയബിൾ ദാൻ യുവർ ക്വാളിറ്റേറ്റീവ്. ഓക്കെ, അവിടെ ബയസിൻ്റെ എലമെൻറ്റ് കുറവാവുന്നതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി അതിനകത്ത് വരുന്നുണ്ട്. Okay, now it possesses flexibility, number of factors considered as key factors are limited. അതുകൊണ്ട് തന്നെ ഓവർലാപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഫാക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്യുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ പുതിയ ജോബ് റേറ്റ് ചെയ്യുന്നത് എളുപ്പമാണ്. ഓക്കെ, ആൻഡ് ഡീമെറിറ്റ്സ് എന്ന് വെച്ചാൽ ഒന്ന് കോസ്റ്റ്ലിയാണ്, കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ലേബർ യൂണിയൻസിൻ്റെ സൈഡിൽ നിന്ന് റെസിസ്റ്റൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദെൻ ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക് ടു അലോട്ട് ഡ്യൂ വെയിറ്റേജ്. പണി വരുന്നത് ആ വെയിറ്റേജ് അസൈൻ ചെയ്യാനാണ്. വെയിറ്റേജസ് അസൈൻ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ചില സമയത്ത്. അവിടെയാണ് ഇഷ്യൂ വരുന്നത്. പിന്നെ ഈ കേസിൽ ജോബ് ഇവാലുവേഷൻ ചെയ്യുന്നത് എക്സ്പേർട്ടുകളാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എക്സ്റ്റേണൽ ഏജൻസീസിനെ മാനേജ്മെൻറ്റിന് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഓപ്പറേറ്റ്. ഉള്ളതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് മെത്തേഡാണിത്. സോ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഓക്കെ, നൗ അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ജോബ് ഇവാലുവേഷൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ്. നൗ ജോബ് ഇവാലുവേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള അഡ്വാൻറ്റേജസ് ഫെയർലി ഡയറക്റ്റാണ്. അതിനകത്ത് പ്രത്യേകിച്ച് വലിയ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, വായിച്ച് തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. എന്നാലും ലൈൻ ബൈ ലൈൻ നമുക്ക് പോവാം. ഇറ്റ് ഹെൽപ്സ് ടു ബ്രിങ് യൂണിഫോമിറ്റി ഇൻ ദി വേജ് സ്ട്രക്ചർ. എല്ലായിടത്തും അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദി ഓർഗനൈസേഷനിൽ ആ പറഞ്ഞിട്ടുള്ള സിമിലർ ജോബ്സിന് സിമിലർ വേജസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ സഹായിക്കുന്നു. സെക്കൻഡ് വൺ, കീപ്പിംഗ് ഡൗൺ ദ കോസ്റ്റ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ ഓഫ് വർക്കേഴ്സ്. പലപ്പോഴും ഈ പറഞ്ഞിട്ടുള്ള ഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഫെയർ വേജ് റേറ്റ് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനങ്ങളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ഇത്തിരി ഡിഫിക്കൽട്ടായിരിക്കും. സോ ദ കോസ്റ്റ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ജനറലി ടെൻസ് ടു ബി ഹയർ ഇൻ ദോസ് ഓർഗനൈസേഷൻസ്. അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. വർക്കർ ഹു ഹാസ് അസൈൻഡ് എ ജോബ് will get wages fixed through job evaluation. It helps to reduce favoritism. അവിടെ ഫേവറിറ്റിസത്തിന് പ്ലേ ഇല്ല. നമുക്ക് ഒരേ ടൈപ്പ് ഓഫ് ജോബിന് ഒരേ സാലറി. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി താല്പര്യമുള്ള ആൾക്ക് കൂടുതൽ സാലറി കിട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നടക്കത്തില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജോബ് ഇവാലുവേഷൻ ഹെൽപ്സ് എലിമിനേറ്റ് ഇൻഈക്വാളിറ്റീസ് ഇൻ വേജ് സ്ട്രക്ചർ. ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് ലേബേഴ്സ് ഉണ്ടാകുന്നു. കാരണം എന്തുകൊണ്ടാണ്? ഇക്വാളിറ്റി സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജോബ് ഇവാലുവേഷൻ ഹെൽപ്സ് ടു റിവ്യൂ റേറ്റ്സ് വെൻ ടെക്നോളജി, ജോബ് കണ്ടൻറ്റ്സ് എക്സെട്ര ചേഞ്ച്. ജോബിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റുകളുടെ സാഹചര്യങ്ങൾ കാരണം, ടെക്നോളജി കാരണം, ക്ലൈമാറ്റിക് കണ്ടീഷൻസ് കാരണം, അങ്ങനെ എന്തെങ്കിലും ഫാക്ടേഴ്സ് കാരണം ഇവല്യൂഷൻ സംഭവിക്കും. അപ്പോൾ സംഭവിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ഈ വന്നിട്ടുള്ള റേറ്റുകൾ റീകൺസിഡർ ചെയ്യാൻ ജോബ് ഇവാലുവേഷൻ ഇസ് ഹെൽപ്ഫുൾ. ഇറ്റ് ഈസ് ആക്സെപ്റ്റബിൾ ടു മാനേജ്മെൻറ്റ് ആസ് വെൽ ആസ് എംപ്ലോയീസിനും മാനേജ്മെൻറ്റിനും. Depending on the situation, it can be acceptable. It provides a sound base for declaring bonus. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ സാലറി വൈസ് തന്നെ അത്യാവശ്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ബോണസിൻ്റെ വലിയ പ്രസക്തി ഇല്ല. ഓക്കെ, കമ്പനിക്ക് നോക്കുകയാണെങ്കിൽ അത് നഷ്ടമാണ്. സോ അത് നോക്കാനും അതിൻ്റെ ഒരു അവോയ്ഡ് ചെയ്യാനും നമുക്ക് പറ്റുന്നു. Then ninth one, it simplifies wage administration by making wage rates more uniform. പല സെയിം ജോബിന് പല ആൾക്കാർക്ക് പല സാലറി ആണെങ്കിൽ അത് അഡ്മിനിസ്ട്രേറ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി പീപ്പിൾ ഹു ആർ ഇൻ പേ റോൾ ഓർ ദോസ് ഹു ഡീൽ വിത്ത് സാലറി ഡിസ്ബേഴ്സ്മെൻറ്റ്. പല ആൾക്കാർക്കും സെയിം റോളിലുള്ള പല ആൾക്കാർക്കും പല സാലറി ആണെങ്കിൽ ദാറ്റ് ആഡ്സ് ടു ട്രബിൾ. ഓക്കെ, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത മെത്തേഡ്സിൽ സയൻറ്റിഫിക് ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രൊസിഷനിൽ കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ സയൻറ്റിഫിക് മെത്തഡോളജിയുടെ ബേസിസിൽ ആൻസറിലേക്ക് എത്തുന്ന മെത്തേഡ്സ് ഇല്ലാണ്ടല്ല, പക്ഷേ അതിലൊരു എലമെൻറ്റ് ഓഫ് ബയസ് വരുന്നുണ്ട്. ഓക്കെ, ഈവൻ ഇഫ് ഇറ്റ് ഇസ് യു ടേക്ക് ദി ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഫോർ എക്സാമ്പിൾ, അതിനകത്താണെങ്കിലും ഒരു ചെറിയ ഡിഗ്രി നമ്മൾ ആ ഫാക്ടേഴ്സൊക്കെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഒരു സബ്ജക്റ്റിവിറ്റി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ട് അവിടെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു പക്ക 100% ആക്യുറസി അവിടെ വരാൻ ചാൻസ് ഇല്ല. ദെൻ നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് യൂസ്ഡ് ഫോർ ജോബ് ഇവാലുവേഷൻ. ഓക്കെ, അതിൽ ഒരു പ്രത്യേക സ്റ്റാൻഡർഡൈസ് ലിസ്റ്റ് ഇല്ല. ഓരോരുത്തർക്ക് ഗട്ട് ഫീലിംഗ് പോലെ അല്ലെങ്കിൽ അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ നേച്ചർ ഓഫ് ദ ജോബ്. ഓക്കെ, പലപ്പോഴും ജോബിൻ്റെ സെയിം ലെവലിലുള്ള ജോബ്സിന് ഒരേ പേ കൊടുക്കാൻ നമ്മൾ പറയുന്നു, പക്ഷേ അതിനകത്ത് നേച്ചർ ഓഫ് ദ ജോബ്, ദ എൻവയൺമെൻറ്റ് പലപ്പോഴും കൺസിഡർ ചെയ്യാനില്ല. ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ ഇൻഡിവിജ്വൽ മെറിറ്റ്. ആ ഇൻഡിവിജ്വലിൻ്റെ മെറിറ്റ് കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പം 2 ജോബ് ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട്. പേഴ്സൺ എ ഈസ് മച്ച് മോർ എഫിഷ്യൻറ്റ്, മച്ച് മോർ കേപ്പബിൾ ഇൻ ഡൂയിങ് ദ ജോബ് ദാൻ പേഴ്സൺ ബി. പക്ഷേ ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് നമുക്ക് യൂണിഫോം വേജ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ കഴിവുള്ള ആളെ പ്രൊമോട്ട് ചെയ്യാണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലേക്കാണ് പോവുക.
Then it introduces an inflexible wage structure. Flexible അല്ലാത്തൊരു വേജ് സ്ട്രക്ചറിന് അത് പ്രൊമോട്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ് ഓൺലി ഇൻ ലാർജ് കൺസേൺസ്. വലിയ കൺസേൺസിനാണ് ഈ വന്നിട്ടുള്ള മെത്തേഡ് പറ്റുന്നത്. Then it only presents the comparative worth of the job within the organization. It is difficult to compare it with other firms. പുറമേയുള്ള ഫേംസ് ആയിട്ട് കമ്പയർ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അവിടെയാണ് ആ ഡിഫറൻഷ്യൽ വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഡിഫറൻഷ്യൽ വേജസ് എന്ന് പറയുന്നത് വേജസ് differential wages means difference in wages between people within similar skill within different localities or industries. Different localitiesലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിലോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ സാലറീസ് തമ്മിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ. ഓക്കെ, then it restricts the collective bargaining power and power of trade union in respect of fixation of wages. ട്രേഡ് യൂണിയൻ്റെ ഒരു പവറിനെ ചെറുതായിട്ട് ഇത് ഇറോഡ് ചെയ്യുന്നുണ്ട്. It is unrealistic, ignores the condition of existing labor market. അവിടെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഓഫ് ലേബർ ഫോഴ്സസ് പലപ്പോഴും ചിന്തിക്കാതെ പോകുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള റേറ്റ് സാലറി എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂ. ഓക്കെ, എക്സ് വാല്യൂ എന്ന് പറഞ്ഞൊരു സാലറിയാണ് നമ്മൾ കമ്പനി ഓഫർ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ഇവാലുവേഷൻ. പക്ഷേ കമ്പനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ എത്രത്തോളം ഈസിയാണ് സപ്ലൈ ഓഫ് എക്കണോമിക്സ് നമ്മൾ ബേസിക്കലി പഠിച്ചിട്ടുണ്ട്. ഒരു കമോഡിറ്റി അതിൻ്റെ സപ്ലൈ ഭയങ്കര ഈസി ആയിട്ട് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ എന്ത് ചെയ്യാം, അതിൻ്റെ പ്രൈസ് എന്ത് പറ്റും, പ്രൈസ് കുറയ്ക്കേണ്ടി വരും അല്ലേ. ഡിമാൻഡ് കുറവും സപ്ലൈയും കൂടുതലാണെങ്കിൽ നാച്ചുറലി ആ കമോഡിറ്റിയുടെ പ്രൈസ് കുറയും. ഓൺ ദി അതർ ഹാൻഡ് ഡിമാൻഡ് ഹൈ സപ്ലൈ ഈസ് ലോ. അങ്ങനത്തെ ഒരു മാർക്കറ്റിലാണെങ്കിലോ നമ്മൾ പറയുന്ന സാലറി, ഇത്രയും സാലറിക്ക് നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡിയാണോ? ഇല്ല. കാരണം എന്താ, നല്ല ഡിമാൻഡുള്ള ജോബാണ് എൻ്റെ, അപ്പോൾ അതിനനുസരിച്ച് സാലറി വേണം എന്ന് പറയേണ്ടി വരും. Clear? Then 11th point method and factor comparison methods are not easy to understand. അത് ഒരു ഫാക്റ്റാണ്. പോയിന്റ് മെത്തേഡും ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ്സും ആർ നോട്ട് പെട്ടെന്ന് നമുക്ക് കത്തുന്നൊരു കാര്യമാണ്, മെത്തേഡ്സ് അല്ല. ഓക്കെ, ദെൻ ജോബ് ഇവാലുവേഷൻ ടെൻസ് ടു ഡിസ്ട്രോയ് ദ ട്രഡീഷണൽ വേജ് ഡിഫറൻഷ്യൽസ് among jobs which have a long standing acceptance. ലോങ് സ്റ്റാൻഡിങ് ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്സിൽ വരുന്ന കാര്യങ്ങൾ ചെറിയ രീതിയിലാണ് അതിനൊരു പാര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ പറഞ്ഞിട്ടുള്ള ജോബ് ഇവാലുവേഷൻ. അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും ജോബ് ഇവാലുവേഷനോട് വലിയൊരു താല്പര്യം ഇല്ല. ഓക്കെ, ആൻഡ് ഇൻ കേസ് ഓഫ് എനി ഡൗട്ട്സ് നിങ്ങളുടെ ഈ കമൻറ്റ്സായിട്ട് ലീവ് ചെയ്യുക. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു ഗോയ്സ് ത്രൂ ദി കമൻറ്റ്സ്. Okay, so let me know of any issues that you're facing. I'll try to resolve it as soon as possible. Okay, so thank you for listening. Have a nice day.